നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോസ്റ്റർ. ബോഡിബാന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നലെ മാർച്ച് 4 സംസാരിച്ചു. 2025 ചൊവ്വാഴ്ച സംസാരിച്ചതാണ് പ്ലാനിങ്ങിന്റെ വ്യത്യസ്ത രീതികളുടെ കുറിച്ച്. അതിന്റെ ഓഡിയോ ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളത് ലൈവ് ചെയ്ത് അപ്ലോഡ് അതിന്റെ റീലൈവിന്റെ അപ്ലോഡിംഗ് ഉണ്ടാവും യൂട്യൂബിൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ചില ആളുകൾക്ക് ഉണ്ടായ ചില ഡൗട്ട് അത് മാത്രം കവർ ചെയ്യാൻ വിചാരിക്കും. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, അത് അറേഞ്ച്മെന്റ്സ് അല്ല. ചില ആളുകൾക്ക് അറേഞ്ച്മെന്റ്സ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിനെ പ്ലാനിങ് പഠിപ്പിച്ചില്ല. ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുക, ഡിസൈൻ ചെയ്യുക ഒന്നും പ്ലാനിങ് അല്ല. പ്ലാനിങ് ഈസ് ഡിഫറെന്റ്. പ്ലാനിങ് വളരെ വ്യത്യസ്തമായ ഒരു സാധനം. അപ്പോൾ ഓർഗനൈസ് ചെയ്യാവുന്നത് വേറെയാണ്, അറേഞ്ച് ചെയ്യാവുന്നത് വേറെയാണ്, ഡിസൈൻ ചെയ്യാവുന്നത് വേറെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ വീടിന്റെ റൂം അറേഞ്ച്ഡ് അല്ല, അത് പ്ലാൻ ചെയ്തിട്ടില്ല എന്നല്ല എൻ്റെ അർത്ഥം. അത് അറേഞ്ച്ഡ് അല്ല എന്നുള്ളത്, അത് ശരിയല്ലാതെ അങ്ങനെ നിൽക്കുന്നതായിരിക്കും. ടേബിളിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഓർഗനൈസ്ഡ് അല്ല എന്ന് പറയും, അല്ലെങ്കിൽ അറേഞ്ച്ഡ് അല്ല, പക്ഷെ പ്ലാൻഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓർഗനൈസ്ഡ്, അറേഞ്ച്ഡ് എന്നൊക്കെ പറയുന്നതിലേക്ക് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ പ്ലാനിങ് എന്നതിന് അർത്ഥമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു മൈക്രോ പ്ലാനിങ്ങും മാക്രോ പ്ലാനിങ്ങും, അതേപോലെ തന്നെ ടഫ്, സോഫ്റ്റ്, റിവീൽ, കൺസീൽ, അങ്ങനെ കുറെ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പൊ ഇവിടെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചാലഞ്ച് പറയും. പൊതുവെ നമുക്ക് ആർക്കും പ്ലാനിങ് കുറേ സമയം ഇതിന് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഡോക്യുമെന്റഡ് പ്ലാനിങ്ങുകൾ ആണ് ശരിക്കും നല്ലത്. പലപ്പോഴും ചില വീടൊക്കെ പ്ലാൻ ചെയ്യും, ഡിസൈൻഡ് പ്ലാനേഴ്സ് ആണ് ഡിസൈൻ ചെയ്യുക. ഓരോ ഏരിയ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഇത് ചെയ്ത് കൊണ്ടുപോകുന്നു. അറേഞ്ച്മെന്റ്സിന്റെ ഡിസൈനിങ് ഉണ്ടാക്കും. അപ്പോൾ അതിന് പ്ലാൻ ചെയ്യണമെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. പ്ലാനിങ്ങിന് എപ്പോഴും ബ്രെയിൻ സ്റ്റോമിങ് ആവശ്യം. ഓരോ പ്ലാനിങ്ങിനും ഇപ്പോൾ റൂം അറേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിന്, ഈ റൂം ഇങ്ങനെയൊക്കെ മറ്റേ എനിക്കറിയില്ല എന്താ ചെയ്യാം, നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിനൊരു പ്ലാനിങ് ആവശ്യം. ആ പ്ലാനിങ്ങും നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. ഇപ്പൊ നിൽക്കുന്ന ഈ വരച്ച പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വീടിന്റെ, അതൊന്ന് റീ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ പ്ലാൻ വീണ്ടും റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ, ആ പ്ലാൻ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റോം ചെയ്യണം. എന്താ ബ്രെയിൻ സ്റ്റോം ചെയ്യുക? ചിന്ത, വളരെയധികം ചിന്തകൾ കൊടുത്ത് വളരെയധികം സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് ഹീറ്റ് ചെയ്യിപ്പിച്ച് അതിനകത്ത് ഒരുപാട് ചിന്തകൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഓരോ ചെറിയ മൂവ്മെന്റിനും നമുക്ക് പ്ലാനിങ്ങൾ ആവശ്യമാണ്. ലോങ് ടേം പ്ലാനിങ്ങിനെ കുറിച്ചും ഷോർട്ട് ടേം പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. അപ്പോൾ ഓരോ ടൈപ്പ്, ഒരു ചെറിയ പ്ലാനിങ്, ഇപ്പോൾ ഒരു വണ്ടി, ട്രെയിൻ കിട്ടണമെന്ന് പറയും, ഒരു ഫ്ലൈറ്റ് കിട്ടണമെന്ന് പറയും, ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് വെക്കേഷൻ പോകണമെന്ന് പറയും. ഒരു വെക്കേഷൻ പോകാന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്ത ആരും ഇതിനകത്തില്ലല്ലോ. യാത്ര പോകാന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആൾക്കാർ വളരെ കുറവുണ്ടാവും. തുറന്നപ്പോൾ ആളുകളുണ്ടാവും. എല്ലാ ആളുകൾക്കും യാത്ര ഇഷ്ടമാണ്, ടൂർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ വെക്കേഷൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദ യാത്രകളും സഞ്ചാരങ്ങളും വിനോദ താമസങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അതിനൊരു പ്ലാനിങ് വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആകപ്പാടെ മൊത്തം ഒരു പ്രതിസന്ധിയിലാവും. കണ്ടില്ല നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ്, എനി ഗ്രൂപ്പ്സ്, റെസിഡൻസ് അസോസിയേഷൻ, അല്ലെങ്കിൽ ഫാമിലി ഓർഗനൈസ്ഡ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ടൂറ്, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ട്രിപ്പ്, സ്റ്റഡി, എനി ടൈപ്പ് ഓഫ് ട്രിപ്സ് നമ്മൾ ട്രാവൽ ആൻഡ് ടൂർ ഏജൻസിനെ വിളിച്ച്, കൺസൾട്ടൻസിനെ വിളിച്ച് സംസാരിച്ച് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറയും. എന്നിട്ട് ആ പ്ലാൻ ചെയ്ത ട്രിപ്പിനെ അവർ ഓർഗനൈസ് ചെയ്യണം, അവർ ലീഡ് ചെയ്യണം, ട്രിപ്പിനെ മാനേജ് ചെയ്യണം. ഇത് അഡീഷണൽ പണിയാണ്. അപ്പം പ്ലാൻ ചെയ്തിട്ട് അവർ പറയും ഇതാണ് ഐറ്റിനറി പ്ലാനിങ്. എന്താണ് ഐറ്റിനറി പ്ലാനിങ്? 4 ദിവസത്തേക്കാണ് ട്രിപ്പ്, 3 രാത്രിയാണ്, 4 പകലാണ്. ഈ 4 പകലിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളാണ്. ഇതിനകത്ത് യാത്ര ഇങ്ങനെ ഇന്ന സ്ഥലത്ത് എത്തും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് എഴുതി
ക്രൂ ആയിരിക്കും അതിനകത്തുണ്ടാവുക. അത് 3:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. അവിടെ നിന്ന് നമ്മൾ ലഞ്ച് ലേറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുമോ, ആ സമയത്ത് നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ. സമയത്ത് വരെ നമ്മൾ ഹൈ റേഞ്ചിലായതുകൊണ്ട് 4:30 വരെ നമുക്ക് അവിടെ ലഞ്ച് സമയം അനുവദിച്ചിട്ടുണ്ട്. ലഞ്ചിന് വേണ്ടി ഇന്ന റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അവിടെ 4:30 മണി അല്ലെങ്കിൽ 5 മണിയോട് കൂടി പുറപ്പെട്ടാൽ നമുക്ക് കൃത്യം 7 മണിക്ക് നമ്മുടെ മേജർ ഹിൽ സ്റ്റേഷനിൽ എത്താൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോവുക. അപ്പൊ ഇതിനെയാണ് പ്ലാനിങ് എന്ന് പറയാം. ഈ പ്ലാൻഡ് ആയ പോലെ, പ്ലാൻ ചെയ്തതുപോലെ എല്ലാ ലോകത്തെ കാര്യങ്ങളും നടക്കണം എന്നുള്ള ചില കാര്യങ്ങളൊക്കെ ഫ്ലോപ്പ് ആവും, ചില കാര്യങ്ങളൊക്കെ ഫെയിലിയർ ആവും, ചില കാര്യങ്ങൾ ബ്ലണ്ടർ ആയിപ്പോവും, ചില കാര്യങ്ങൾ ഭൂലോക അബദ്ധമായിപ്പോവും, ചില കാര്യങ്ങൾ തകർന്ന് തരിപ്പടാൻ അടിഞ്ഞു പോകും, ചിലത് വളരെ വിചാരിച്ചതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പൊ ഈയിടെ നമ്മുടെ ഇലോൺ മസ്ക് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച ആ പ്രസ്തുത ടെക്നോളജി അല്ലെങ്കിൽ ടെക്നിക്കൽ ടേം, ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാതെ അതിനെ തിരിച്ച് ലോഞ്ച് ബോർഡിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അതൊരു പ്ലാന്റ് ആണ്. അതൊരു റോബോട്ടിക്സും മെക്കട്രോണിക്സും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എഞ്ചിനീയറിംഗും മെക്കാനിക്സും എന്തൊക്കെ അതിനകത്ത് എന്തെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞതല്ലാത്ത ഒരുപാട് ഇലക്ട്രോണിക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ശാഖകളൊക്കെ പോയി ചേർത്തിട്ടാണ് അത്തരത്തിലുള്ള ഒരു ടെക്നിക്കൽ സംഭവത്തെ പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും സമയം കൃത്യമായിട്ട് അത് വരികയും റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കപ്പെടുകയാണെങ്കിൽ പോലും ആ റോക്കറ്റുകൾ അതിൻ്റെ ഭ്രമണപഥത്തിലെത്തി അത് ചെയ്യേണ്ട പ്രവൃത്തികൾ ഇവിടുന്ന് പ്രഖ്യാപിച്ച് പ്രീ പ്ലാൻഡ് ആയിട്ട് അതിനകത്ത് സിസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രകാരം അത് വർക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം വളരെ നിർബന്ധമാണ്. പ്ലാനിങ് അറിവുള്ളവനോ അറിവില്ലാത്തവനോ ബുദ്ധിയുള്ളവനോ ബുദ്ധിയില്ലാതെ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും നമുക്ക് ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് ബുദ്ധിപരമായിട്ട് കുറവുള്ള ഒരാൾക്ക് പോലും ഭക്ഷണം കഴിക്കുന്നതിന് വിശക്കുന്ന സമയത്ത് ബോഡി പ്ലാൻഡ് ആയിരിക്കും ഫുഡ് വേണമെങ്കിൽ. ബോഡി അതിന്റെ നീഡ് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ പല കാര്യങ്ങളും, പല ഫിസിക്കൽ നീഡുകളും ബ്രെയിൻ അല്ലെങ്കിൽ ബോഡി പ്ലാൻ ചെയ്ത പ്രകാരം എക്സ്ക്രീഷനൊക്കെ ബുദ്ധി ഉണ്ടോ എന്നുള്ളതല്ല, അത് ബോഡി അത് നിൽക്കാൻ പറ്റില്ല, അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നതാണ്. അൺപ്ലാൻഡ് ആയിട്ട് ബുദ്ധിയില്ലാത്ത ആളുകൾ വർക്ക് ചെയ്യുന്നതും ബുദ്ധിയുള്ള ആളുകൾ അൺപ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും രണ്ട് വ്യത്യാസമുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ അൺപ്ലാൻഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു തരത്തിൽ ഫെയിലിയർ ആയ ഒരു മൂവാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് സമയം തെറ്റിച്ചിട്ട് ബുദ്ധിയില്ലാത്ത ആളുകൾ ചെയ്യുന്നതിന് നമ്മൾ അയാൾക്ക് ബുദ്ധി ഇല്ലാതെന്ന് നമ്മൾ പറയും. പക്ഷെ ബുദ്ധിയുള്ള ആള് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഏരിയകളൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാതെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ലജ്ജ തോന്നാറില്ലേ, ഉണ്ടാവേണ്ടതില്ലേ എന്നൊക്കെയാണ് എൻ്റെ ഒരു സംശയവും ചോദ്യവും ഒക്കെ. നമുക്കതിന് ഉത്തരം പറയും, ഏത് ചോദ്യവും ഏത് ഉത്തരവും ആർക്കും പങ്കെടുക്കാം, ആർക്കും അതിലൊക്കെ അഭിപ്രായം പറയും. എൻ്റെ അഭിപ്രായങ്ങളാണ് പലപ്പോഴും ഞാനിവിടെ പറയാറുള്ളത്. ഒരു യൂണിവേഴ്സൽ അഭിപ്രായമൊന്നുമായിട്ട് ഇതിനെ കാണുകയും പരിഗണിക്കേണ്ടതും ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം യൂട്യൂബ് വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ അറിയാവുന്ന ഭാഷയിൽ അതിനെ എഴുതി പിടിപ്പിക്കാവുന്നതാണ്, ആവശ്യമായ ഇമോജീസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പ്ലാനിങ് നമുക്ക് ഏതൊക്കെ വിഷയത്തിന് ആവശ്യമുണ്ട്. 4 മണിക്ക് എഴുന്നേൽക്കുന്ന വീട്ടമ്മ 6:30 മണിക്കും 5:30 മണിക്കും 7 മണിക്കും പോകുന്ന വീട്ടിലെ കുട്ടികളുടെ അച്ഛനെ അല്ലെങ്കിൽ മക്കളെ ഓരോരുത്തരെയും പറഞ്ഞു വിടാൻ എത്ര നേരത്തെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഓരോന്നും പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങി അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അവരെ ലീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്ലാനിങ് ഏത് തരത്തിലുള്ള പ്രോസസ് ഓറിയന്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിക്കും പ്ലാനിങ് കൊടുക്കണ്ട. ഒരു ഹാബിറ്റ് ഉണ്ടാക്കണമെങ്കിൽ പ്ലാനിങ് ആദ്യമാണ്. ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്ലാനിങ് വേണം. ഒരു ബിഹേവിയർ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലാനിങ് വേണം. ഹാബിറ്റും ക്യാരക്ടറും ബിഹേവിയറും ഒന്നും അല്ല പ്ലാനിങ്. ഇയാൾ എന്ത് ക്യാരക്ടറാണ്, ഇയാളെ പ്ലാനിങ് ഇതിനെ കുറിച്ച് പറയുന്നത് എന്നല്ല, ഇയാൾ എന്ത് ഓർഗനൈസിങ് ആണ്, ഇയാളാണോ പ്ലാനിങ് ചെയ്യുന്നത്. പ്ലാനിങ് ഉള്ളതിന് ശേഷമാണ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് ടെമ്പററി പ്ലാനിങ് ആവാം, ഇൻസ്റ്റന്റ് പ്ലാനിങ് ആവാം, സ്പോട്ട് പ്ലാനിങ് ആവാം, എന്തോ ആവാം. ഒരു ആക്സിഡന്റ് നടന്നാൽ അവിടെ ക്രിട്ടിക്കൽ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ മാനേജ്മെന്റിൽ ഉണ്ടാവുന്ന നടക്കുന്ന പ്ലാനിങ് എന്താണ്? ക്രിട്ടിക്കൽ മാനേജ്മെന്റ് പ്ലാനിങ് എന്നാൽ സ്പോട്ട് പ്ലാനിങ് ആണ്. പക്ഷെ അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫേസിലുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും. മാത്രമല്ല ഏത് പ്ലാനിങ്, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യാറുണ്ട്, ഏത് പ്ലാനിങ് ആണ് കൃത്യമായി കറക്റ്റായിട്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കും. പ്ലാനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫർദർ സംസാരിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് ഗോഡ് ബ്ലെസ്.